ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ചാനലായ സുമി മുഫാസ് മൺസിൽ എന്ന ഈ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു ചാനലിൽ ഞങ്ങൾ ഷോർട്സ് മാത്രമേ ഇതുവരെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഞാൻ വീഡിയോ ഇടാൻ പോവാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ നമ്മുടെ ഈ സീരിയൽ പ്രൊമോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വീഡിയോസായിട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ ഇന്ന് തുടക്കം വയ്ക്കുകയാണ്. ഞാൻ പറയാനായിട്ട് പോകുന്ന പ്രൊമോ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കൊക്കെ മലയാളികൾ ഒരുപോലെ കൈനീട്ടി സ്വീകരിച്ച് നമ്മുടെ ഏഷ്യാനെറ്റിൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്കുള്ള നമ്മുടെ പവിത്രം സീരിയലാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ് അല്ലേ, വിക്രമും വേദയും ഒക്കെ. അപ്പോൾ ഇന്ന് രാത്രി വരാനിരിക്കുന്ന 9:30 വരാനിരിക്കുന്ന ആ സീരിയലിൻ്റെ ഒരു പ്രൊമോയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സീരിയലിലോട്ട് കടന്നാലോ അല്ലേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയിരിക്കുന്ന രംഗം എന്ന് പറയുന്നത് വിക്രമും പിന്നെ വേദയും ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് ആ കാട്ടിൽ അകപ്പെടുകയും അവിടെ നിന്ന് കുറേ അവർ കഷ്ടപ്പെട്ട് കൈക്ക് മുറിവൊക്കെ വിക്രമിന് പറ്റി അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് കാട്ടിനകത്ത് തന്നെയാണ്. പക്ഷെ ഗുണ്ടകൾ ഒരു വശത്ത്, അവർ വേറെ സേഫായിട്ട് കാട്ടിൻ്റെ അകത്ത് തന്നെ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇനിയും ഏകദേശം കാട്ടിന് വെളിയിലോട്ട് പോകണമെങ്കിൽ ഒരു 10-15 കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം രാത്രി ആവാൻ പോവുകയും കൂടെ ആവാണ്. അപ്പം കുറച്ചൊന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വേദയും വിക്രമും കൂടെ അവിടെ ആ ഒരു പാറയുടെ മേളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ അരുവിയിലൂടെ പോകുന്ന ആ വെള്ളം എടുത്ത് വിക്രം മുഖം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിക്രമിൻ്റെ കണ്ണിൽ ഒരു കത്തി ആ വെള്ളത്തിൽ കിടക്കുന്നത് കാണുന്നത്. അത് പതുക്കെ എടുക്കാനായിട്ട് പോകുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, വിക്രമ എന്താ അങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കത്തി എടുത്തിട്ട് വിക്രം പറയും, ഇത് ഏതോ ടൂറിസ്റ്റുകളും മറ്റെന്തോ വന്നപ്പോൾ വലിച്ചെറിഞ്ഞ ഒരു കത്തിയാണ്, എന്തായാലും നമ്മൾ കാട്ടിലൂടെ പോവുകയാണല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത് കയ്യിലിരിക്കട്ടെ എന്ന് പറയും. എന്നിട്ട് അപ്പം മുഖമൊക്കെ കഴുകി കുറച്ച് വെള്ളമൊക്കെ കുടിക്കും. എന്നിട്ട് വേദയുടെ അടുത്ത് വന്നിട്ട് പറയും, വാ നമുക്ക് ഇവിടെ നിന്ന് പോവാം, എഴുന്നേക്കെന്ന് പറയും. അങ്ങനെ അവൾ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ഇങ്ങനെ വരുന്ന ടൈമിൽ തന്നെ വേദ ആ ചെറിയ പാറ പോലെയുള്ള ഈ അരുവിയിൽ കിടക്കുന്ന പാറ കഷ്ണമുണ്ടല്ലോ, അതിലൊന്ന് കാല് തെന്നി അവളുടെ ആ കാലിൻ്റെ ഭാഗത്തിന് ചെറിയൊരു ബുദ്ധിമുട്ട് വരികയും പിന്നെ എന്ത് ചെയ്ത് അവൾക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റില്ല. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രം എനിക്ക് ഒട്ടും പറ്റില്ല, ഒരു കാര്യം വിക്രം ഇവിടെ നിന്ന് പൊക്കോളൂ എന്നൊക്കെ പറയും. അപ്പോൾ അവൾ പറയും, നിന്നെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുമോ? അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു രംഗം, ഈ കാട്ടിൽ ഇവർ രണ്ടുപേരും അകപ്പെടുന്ന ഒരു രംഗമുണ്ടല്ലോ, ശരിക്കും ഭയങ്കരമായിട്ട് അവരെ ഒരു ഭാര്യ ഭർത്താവ് അവർ ആദ്യമായിട്ട് അവരുടെ വിവാഹശേഷമുള്ള കുറച്ച് നിമിഷങ്ങളാണ് ഈ ഒരു കാട്ടിൽ അല്ലേ. അപ്പോൾ അതിനത്രയും മനോഹരമായിട്ടാണ് അവരത് ആ സീരിയൽ അത് ഷൂട്ട് ചെയ്തേക്കുന്നത്. വളരെ നമുക്ക് ശരിക്കും നമ്മൾ ആ കഥാപാത്രങ്ങളിലോട്ട് നമ്മൾ ഇൻവോൾവായി പോവുകയാണ്. അപ്പോൾ വേദ വളരെ സ്നേഹത്തോടെ തന്നെയും ആ ഒരു പരിഭവവും പിണക്കവും ആ ഒരു ഒരു എല്ലാത്തോടും കൂടി അവൾ പറയണേ, എന്നെ ഉപേക്ഷിച്ചിട്ട് വേണമെങ്കിൽ വിക്രം പൊക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയും, നിന്നെ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് ഇനി പോകാൻ പറ്റുമോ? ഒരു 15 കിലോമീറ്ററോളം ഇനിയും നമുക്ക് നടന്നാലും നമുക്ക് ഈ കാട് കടന്ന് അങ്ങോട്ട് എത്താൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവൾക്ക് എഴുന്നേക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. അപ്പോൾ എന്നെ എടുത്തുകൊണ്ട് പോകേണ്ടി വരുമെന്ന് പറയും. അപ്പോൾ വിക്രം കളിയാക്കി ചോദിക്കുന്നു, നിന്നെ എടുത്തുകൊണ്ട് പോകാനോ? എനിക്കിങ്ങും പറ്റില്ല. എന്നാൽ എന്നെ ഇവിടെ ഉപേക്ഷിച്ചു, വല്ല ആനയോ പുലിയോ ഒക്കെ പിടിച്ച് എന്നെ കടിച്ച് തിന്നട്ടെ, അപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് പറയും. വിക്രം രക്ഷപ്പെട്ടോളാൻ പറയും. ശരി, എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട് അവസാനം വിക്രം കുഞ്ഞുങ്ങളെ എടുക്കും പോലെ വേദേനെ 2 കൈകളിലും കോരി എടുക്കുന്ന ഒരു രംഗമാണ്. അതൊക്കെ ഒരു പ്രത്യേക ഒരു ട്യൂണിൽ നല്ല രീതിക്കാണ് കേട്ടോ. നമ്മളത് ഭയങ്കര നല്ലൊരു റൊമാൻറ്റിക് ലെവലിലാണ് അവർ ആ വീഡിയോ ഒക്കെ ഇത് എടുത്തേക്കുന്നത്. അങ്ങനെ അവളെയും കയ്യിലും കോരിയെടുത്ത് വിക്രം പിന്നെ ആ അരുവിയിലൂടെയും പാറകളിലൂടെയും കുറേ ദൂരം മുന്നോട്ട് നടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വിക്രമിൻ്റെ മുഖത്തോട്ട് വേദ നോക്കുന്നുണ്ട്, തിരിച്ചതുപോലെ തന്നെ വേദയുടെ മുഖത്തോട്ട് വിക്രമും നോക്കുന്നുണ്ട്. ആ 2 പേരുടെയും കണ്ണുകളിൽ അവരുടെ ആ സ്നേഹത്തിൻ്റെയും ആ ഒരു റൊമാൻറ്റിക് ആ ഒരു ഇത് നമുക്കത് ആ നോട്ടത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ അവർ നടന്ന് കുറേ ദൂരം വരുന്നതിൻ്റെ ഇടയിൽ പിന്നെ കാണിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ ഗുണ്ടകൾ അവിടെ നിന്ന് പോയിട്ടില്ല, അവർ വേറെ ഏതോ ഒരു സൈഡിൽ തന്നെ ഈ കാട് അടിച്ചു പിറക്കി അവർ
അവർ നോക്കിക്കൊണ്ടിരിക്കേണ്ട, അവരെ കിട്ടും. കാര്യം കിട്ടാണ്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വാസു വെറുതെ വിടില്ലല്ലോ എമ്മല്ലേ. അപ്പോൾ അങ്ങനെ അവർ വീണ്ടും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെന്തായാലും സേഫായിട്ടാണ് നിൽക്കുന്നത് എങ്കിലും അവരെ കണ്ണിപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും വേദയ്ക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അവൻ ആലോചിച്ചു, എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് രാത്രി തങ്ങാൻ പറ്റിയ സേഫായിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കാമെന്ന് വിക്രം പറയുന്നുണ്ട്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ഇവിടെയാണോ കഴിയാൻ പോകുന്നത് എന്നുള്ളത് വേദ ചോദിക്കുന്നുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ എന്തായാലും രക്ഷയില്ല, ഇരുട്ടുന്നതിന് മുന്നേ സേഫായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് വേദേനെ കൊണ്ടുവന്ന് വലിയൊരു വൃക്ഷം ഇങ്ങനെ ചരിഞ്ഞ് ഒടിഞ്ഞ് കിടക്കുക, അതിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് അവളെ ഇരുത്തും. നീ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി ഇപ്പോൾ വരാമെന്നുള്ള രീതിയിൽ വിക്രം പറഞ്ഞു. അപ്പോൾ അവൾ പറയും, എങ്ങോട്ടാണ് പോകണത്? ഇപ്പോൾ വരാമെന്ന് പറയും. എന്നിട്ട് അവളുടെ അടുത്ത് അപ്പോൾ അവൻ പോകാനായിട്ട് ഇറങ്ങാൻ പറയും, എനിക്ക് ദാഹിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ അവൻ ഒച്ചയെടുക്കും, ഇത്രയും നേരം ആ അരുവിയിൽ അവിടെ ഇരുന്നിട്ട് നിനക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കും വിക്രം. അപ്പോൾ വേദ പറയും, ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ തല കുനിച്ച് ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ വിക്രം നേരെ പോയിട്ട് അവൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടല്ലോ, ആ കത്തിയൊക്കെ വെച്ചിട്ട് ഒരു വലിയ മുള പോലെ നീണ്ട, നമ്മൾ ഈ ചൂണ്ടയൊക്കെ പിടിക്കുന്ന കണക്കുള്ള രീതിയിൽ ആ മുള കമ്പ് എടുക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുപ്പി റെഡിയാക്കി കൊണ്ടുവരും. ഒരു കുപ്പിയിൽ എന്ന് വെച്ചാൽ അതവിടെ എങ്ങടെ ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായിട്ടൊക്കെ കുറേ ടൂറിസ്റ്റുകൾ വരുമല്ലോ. അപ്പോൾ അതിൽ ആരോ എങ്ങോട്ടോ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു കുപ്പി അവന് കിട്ടുകയും ലാമ്പ്, നമ്മുടെ ലൈറ്റർ ഉണ്ടല്ലോ, അത് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ കുപ്പി നന്നായിട്ട് കഴുകി അതിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് വേദയുടെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ വേദയ്ക്ക് കൊടുക്കും, ഇത് ആരും ഇങ്ങനെ ഉപേക്ഷിച്ച് മദ്യം കൊണ്ടുവന്നിട്ട് ഉപേക്ഷിച്ചിട്ട് പോയ കുപ്പിയാണ്, ഈ വെള്ളം കുടിച്ചോളാൻ പറയും. അപ്പോൾ അവൾ പറയും, ഇത് ഞാൻ എങ്ങനെയാണ് കുടിക്കണമെന്ന് ചോദിക്കും. ഞാൻ നന്നായിട്ട് കഴുകിയതാണ്, കുഴപ്പമൊന്നുമില്ല, കുടിച്ചോളാൻ പറയുമ്പോൾ ആ വെള്ളം പിന്നെ അവൾ കുടിക്കുകയാണ്. എന്നിട്ട് അവൻ കുറേ മരുന്നുകളൊക്കെ, ഈ പച്ചമരുന്നുകളൊക്കെ അരച്ചത് അവളുടെ ആ കാലിൽ ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും. എന്നിട്ട് അത് കാലിൽ വെച്ചിട്ട് അത് അവിടെ ഇങ്ങോട്ടോ ഈ മരത്തേൽ കെട്ടി ഒരു വേസ്റ്റ് തുണി ഉണ്ടാവും, അത് വെച്ച് നന്നായിട്ട് ചുറ്റിക്കെട്ടി ആക്കി റെഡിയാക്കി കൊടുക്കുന്ന രംഗമാണ് പിന്നെ കാണിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വേദ ചോദിക്കുന്നുണ്ട്, വിക്രം എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചെടുത്തതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം വിക്രം പറയുന്നുണ്ട്, പിന്നെ അവൻ്റെ ആദ്യത്തെ ഒരു മുതലാളി ഉണ്ടല്ലോ, ആ മുതലാളിയുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കേസ് സംബന്ധമായിട്ട് ഈ കഞ്ചാവുകാരുടെ ഒരു ഇത് കാണിക്കേണ്ട ഒരു ഇത് വരുമ്പോൾ വിക്രമിൻ്റെ 2 സുഹൃത്തുക്കളുമായിട്ട് ഈ കാട്ടിൽ വരികയും അതിൽ 2 പേര് തിരിച്ചു പോയും പിന്നെ വിക്രമാണ് ആ കാട്ടിലകപ്പെട്ട് ഇതിന് കഞ്ചാവുമായിട്ടുള്ള കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി പോകുമ്പോൾ അവന് ഈ കഞ്ചാവ് വേട്ടക്കാർ തന്നെ ഒരു അടി കിട്ടി അവൻ്റെ ബോധം പോയും പിന്നെ അവനെ കൊണ്ടുവന്നൊരു കഥയായിട്ട് ഇത് വേദയുടെ അടുത്ത് പറയുന്നതാണ്. അപ്പോൾ കഞ്ചാവ് വേട്ടക്കാരെ കൈ കിട്ടിയും ഇവൻ പോലീസാണെന്ന് കരുതിയിട്ടാണ് അവന്മാർ അടിച്ചത്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് എങ്ങോട്ടും അവർ പിന്നെ പോലീസല്ല എന്ന് മനസ്സിലാക്കി കാട്ടിൽ ഉപേക്ഷിക്കാൻ അവിടെ നിന്ന് ഏതോ ഒരു കാട്ടിലെ ഒരു ആളുടെ കയ്യിൽ, ഈ ആദിവാസികളുടെ കയ്യിൽ എങ്ങോട്ട് അകപ്പെടി അവിടെ വെച്ചിട്ടാണ് അവൻ ഈ ചെറിയ പൊടിക്കൈ രീതികളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി എടുത്തത്. അപ്പോൾ ആ ഒരു കഥ, പണ്ടുണ്ടായ ഒരു കഥ സിറ്റുവേഷൻ അവളുടെ അടുത്ത് വേദയുടെ അടുത്ത് വിക്രം പറയുന്ന ഒരു സീനാണ് അവിടെ കാണിക്കുന്നത്. അപ്പം വേദ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇത് ഏഷ്യാനെറ്റിൽ വരുന്ന ഇന്ന സിനിമയിലെ സീനല്ലേ, ആ പിന്നെ ആൾക്കൊരു മോളുണ്ടായെന്ന്, ആ മോള് സുന്ദരിയായിട്ടുള്ളൊരു മോളെന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കും. പക്ഷെ അവൻ ശരിക്കും സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞാണ്, അവൻ അങ്ങനെ അവിടെ നിന്ന് ആ ഒരു പഠിച്ച കുറച്ച് നാട്ടുവൈദ്യ രീതികളാണ് അവൻ ഉപയോഗിച്ചത്. എന്നിട്ട് അവൻ്റെ ആ കയ്യിലെ കെട്ടം കഴിച്ച് കാണിച്ചു കൊടുക്കും. ഇത്രയും നന്നായിട്ട് മുറിഞ്ഞിരുന്ന ആ കൈ നന്നായിട്ട് കഴിഞ്ഞു. അത് കാണുമ്പോൾ വേദയ്ക്ക് അത്ഭുതം. കാര്യം ശരിക്കും അവനപ്പോൾ വെച്ച മരുന്ന് ശരിക്കും മനസ്സിലാക്കി അവൻ അറിയാവുന്ന മരുന്നാണ് എന്നുള്ളത് അവൻ മനസ്സിലാക്കി എടുക്കുകയും അങ്ങനെ അവൾക്കത് വിശ്വാസമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ ആ കാലിലെ കെട്ടൊക്കെ ആയിട്ട് അവർ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ അവൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കാണിക്കുന്ന രംഗം അവൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, നീ കുറച്ചും കൂടെ അവർ നടന്ന് മുന്നോട്ട് വന്നിട്ട് ഒരു സ്ഥലത്ത് സേഫായിട്ട് ഇരുന്നിട്ട് അവൻ പറയും, നമുക്ക് രാത്രി തങ്ങാൻ പറ്റിയ ഒരു നല്ല പ്ലേസ് കണ്ടെത്തുകയും നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും ഫുഡൊക്കെ റെഡിയാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നും പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അവൻ ആ മുളക്കമ്പ് വെച്ചിട്ട് അവിടെ ആ മീനുകൾ ഇഷ്ടംപോലെയൊക്കെ, ആ അരുവിയും തോടൊക്കെ ഉണ്ടല്ലോ, അവിടെ മീനുകൾ ഓരോന്നിങ്ങനെ കുത്തി ഇങ്ങനെ കുറച്ച് മീനുകൾ പിടിക്കുകയും അനുസരിച്ച് ആ മീനുമായിട്ട് വന്ന് അവരൊരു സ്ഥലത്തോട്ട് സേഫായിട്ട് രാത്രി തങ്ങാൻ പറ്റിയ ഒരു സ്ഥലത്തോട്ട് പോകുന്ന ഒരു സീനാണ് അവരെ ലാസ്റ്റായിട്ട് കാണിച്ചു നിർത്തുന്നത്. അപ്പോൾ ഈ കാട്ടിലെ അവരുടെ വേദയുടെയും നമ്മുടെ വിക്രമിൻ്റെയും ജീവിതം, അല്ലെങ്കിൽ അവർ ആ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളും വളരെ മനോഹരമായിട്ട് അവരുടേതായ ഒരു ലോകം, അവർക്ക് ആദ്യമായിട്ട് അവരുടെ വിവാഹശേഷം പോലും അവർക്ക് ആദ്യമായിട്ട് അവർ അനുഭവിക്കുന്ന കുറച്ച് നല്ല നിമിഷങ്ങളൊക്കെ വളരെ അതിമനോഹരമായിട്ടാണ് കാട്ടിലെ രംഗങ്ങൾ കാണിക്കുന്നത്. തുടർന്നും ഉള്ള രംഗങ്ങൾ ഇനി വരും എപ്പിസോഡുകളിൽ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത്
എന്നാന്ന് വെച്ചാൽ ഈ ഗുണ്ടകളടുത്ത് മറ്റേ നമ്മുടെ MLA വാസു ഉണ്ടല്ലോ പറയുന്നുണ്ട് എത്രയും വേഗം അവർ എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളത് പറഞ്ഞ് അവരെ ഗുണ്ടകളെ വഴക്ക് പറയുന്ന ഒരു സീനാണ്. പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുന്ന ഒരു രംഗം എന്നാന്ന് വെച്ചാൽ ഈ വിക്രമിൻ്റെ വീടാണ്. അപ്പം മാഷും പിന്നെ നമ്മുടെ വിശ്വമും പിന്നെ മറ്റേ വിനായകനും അവരുടെ ഭാര്യമാരും എല്ലാവരും ഡൈനിങ് ടേബിളിൽ രാത്രി അത്താഴം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ വിശ്വം ചോദിക്കുന്നുണ്ട് ഇന്ന് അമ്മ എന്തെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നന്ദിനി പറയുന്നുണ്ട് അമ്മ പുറത്ത് അവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിപ്പുണ്ട് എന്ന് പറയുന്ന രംഗമാണ്. അപ്പോൾ ചോദിക്കും അതെന്താ ഇന്ന് വല്ല ഊണവ്രതം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. ആരാ നമ്മുടെ വിനായകൻ ചോദിക്കും. ഇല്ല അതൊന്നും അല്ല, വിക്രം വരാത്തത് കൊണ്ട് അമ്മ വിക്രമിനെ നോക്കി അവിടെ ഇരിക്കുന്നതാണെന്ന് പറയും. അപ്പം വിശ്വം പറയും നീ പോയി നമ്മുടെ ശ്രീജയുടെ അടുത്ത് പറയും അമ്മേനെ പോയി വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പം മാഷ് പറയുന്നുണ്ട് വേണ്ട അവൾ വന്നോളൂ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ വിക്രമിൻ്റെ അമ്മ അവരുടെ അടുത്ത് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തോട്ട് വരികയും ഇത്രയും നേരമായിട്ടും വിക്രമിനെ കണ്ടില്ലല്ലോ, വിശ്വ എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ വിശ്വം പറയുന്നുണ്ട് അമ്മ ഇന്ന് ജീന മരിച്ച സ്ഥലത്ത് അവനും കൂട്ടുകാരും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്, ചിലപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ കൊണ്ടവൻ വന്നോളും, അമ്മ ഫുഡ് കഴിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം വിക്രമിൻ്റെ അമ്മ പറയുന്നുണ്ട് എന്നാലും ആ ജീനയുടെ കാര്യം ആലോചിച്ചാൽ ശരിക്കും ഒരു വിഷമമുള്ളൊരു കാര്യം തന്നെ, ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം വന്നല്ലോ. അപ്പോൾ വിശ്വം പറയുന്നുണ്ട് ഓടി വരുന്നതിനിടയിൽ വന്ന് നിന്നപ്പോൾ ഒരു ലോറി പെട്ടെന്ന് കടന്നു വരികയും അവളെ ഇടിച്ച് തെറിപ്പിക്കുകയും അങ്ങനെയാണ് മരണം സംഭവിച്ചു എന്നുള്ളതും വിശ്വം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ പറയുന്നുണ്ട് വിശ്വ നീ ഒന്ന് വിളിച്ചു നോക്കുക, അവൻ വർക്ക്ഷോപ്പിലെങ്ങാനും ഇരിപ്പുണ്ടോ എന്നിങ്ങനെ വിളിച്ചു നോക്കുന്നു. പറഞ്ഞാൽ അവൻ ഫോൺ എടുക്കുന്ന ടൈമിൽ തന്നെ അവിടെ കറണ്ട് ഇട്ട് വരിക, അവരുടെ വീട്ടിൽ കറണ്ട് പോവുക. അപ്പോൾ വിശ്വം പറയുന്നുണ്ട് ഞാൻ കറണ്ട് ബില്ലൊക്കെ അടച്ചാണല്ലോ പിന്നെ എന്ത് പറ്റിയെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ വിശ്വമിൻ്റെ മുഖത്തോട്ട് നോക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രീജ ചെന്ന് 2 മെഴുകുതിരി ക്യാൻഡിൽ എടുത്തുകൊണ്ട് വന്ന് അവിടെ വെക്കുകയും നമ്മുടെ നന്ദിനി ചെന്നിട്ട് നമുക്ക് മാത്രമാണ് കറണ്ട് പോയത്, അത് ഇനി അയൽവക്കത്തെ വീട്ടിലും കറണ്ട് പോയിട്ടുണ്ടോ നോക്കുമ്പോൾ ഇവരുടെ വീട്ടിൽ മാത്രമാണ് കറണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ ലോ ഷെഡിങ് ആണെന്നൊക്കെ ആദ്യം കരുതിയത്. അപ്പം വിശ്വം പറയുന്നുണ്ട് ബില്ലടച്ചത് വിനായകനാണെന്ന് പറയാം. അതേ അച്ഛൻ ഞാൻ ബില്ലടച്ചതാണല്ലോ, ഇത് വേറെന്തോ പറ്റിയതാണ് ചേട്ടാ, ഇലക്ട്രിസിറ്റി KCBയിലൊന്ന് വിളിക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും രംഗമാണ് പിന്നെ കാണിച്ച് ആ സീരിയൽ ഇന്നത്തെ എപ്പിസോഡ് അവിടെ വൈൻഡപ്പ് ആവുന്നത്. ഇന്ന് ഇത്രയും സീനിലാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കാണിക്കാൻ പോകുന്നത് വിക്രമിൻ്റെയും പിന്നെ നമ്മുടെ വേദയുടെയും ആ കാട്ടിലുള്ള കുറച്ച് നിമിഷങ്ങളും പിന്നെ നമ്മുടെ MLA തുടർന്ന് ഇവർ ഗുണ്ടകളും ചേർന്ന് ഇവരെ പിന്തുടരുന്ന രംഗങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും രംഗമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നൊന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഏഷ്യാനെറ്റിൽ 9 മണിക്ക് വരാൻ പോകുന്ന നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഒരു പ്രൊമോയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ നമ്മുടെ പുതിയ ചാനലായ സുമി മുഫാസ് മൻസിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ വരും ദിവസങ്ങളിൽ ഓരോ എപ്പിസോഡിൻ്റെയും പ്രൊമോ ഞാൻ ഇതുപോലെ തന്നെ രാവിലെ നമ്മുടെ ചാനലിലൂടെ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് തരിക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാനൽ എല്ലാവർക്കും അറിയാമല്ലോ, ഇതുവരെ അതും സബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് ചാനൽ നെയിം എന്ന് പറയുന്നത് സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ എന്നാണ്. ഈ ചാനലിൻ്റെ പേര് സബ് ചാനൽ സുമി മുഫാസ് മൻസിൽ എന്നാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് തരിക. ഇതിലെന്തെങ്കിലും പറഞ്ഞു തന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ എൻ്റെ സംസാര രീതിയിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് പറയുക. പറഞ്ഞാൽ മാത്രമല്ല എനിക്കറിയത്തുള്ളൂ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിലൂടെ ആ കമൻ്റൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ഡേ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.